അധ്യായം 18 കുട്ടിക്കളി മാറാത്തവരോട്. പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടും കൊച്ചുകുട്ടികളെപ്പോലെ പെരുമാറുന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകളോ സഹോദരിയോ ബന്ധത്തിൽപ്പെട്ടവരോ ആയി ആരെങ്കിലും അങ്ങനെയുണ്ടോ? പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർ കൊച്ചുകുട്ടികളെപ്പോലെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? അരുത്, നീ വളരരുത്, ഡോൺ ഗ്രോ അപ്പ് എന്ന വിലക്ക് കിട്ടിയവരാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്. എന്താണ് ഈ വിലക്ക് എന്ന് നോക്കാം. കുട്ടികൾ എന്നും നമ്മുടെ ഓമനകളായി കാണാൻ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നു. കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരെ നമുക്ക് ഓമനിക്കാൻ കഴിയുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ചിന്ത അബോധ മനസ്സിൽ ശക്തി പ്രാപിച്ചവരുടെ പെരുമാറ്റത്തിൽ നിന്നും ആശയവിനിമയത്തിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന വിലക്കാണ് അരുത്, നീ വളരരുത് എന്നത്. വളർന്നാൽ എന്ത് സംഭവിക്കും? രക്ഷിതാക്കൾക്ക് അവസരം നഷ്ടപ്പെടും. സാധാരണയായി ഈ വിലക്ക് കിട്ടുന്നത് ഇളയ കുട്ടിക്കാണ്. ഈ വിലക്ക് ശക്തിയായുള്ള മാതാപിതാക്കൾ കുട്ടിയെ ഈ വിലക്കിന് വിധേയരാക്കുന്നു. മക്കളെ വിട്ടുപിരിയാനുള്ള മാതാപിതാക്കളുടെ വൈമനസ്യവും കുട്ടികളുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും തടസ്സമായ ഈ വിലക്കിന് കാരണമായിത്തീരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുതിർന്ന കുട്ടികളെ നിങ്ങൾക്ക് ചുംബനം നൽകാൻ സാധിക്കാറുണ്ടോ? ആലിംഗനം ചെയ്യാൻ സാധിക്കാറുണ്ടോ? മിക്കവാറും ആളുകൾക്ക് സാധിക്കാറില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്ക് കുട്ടികളെ ചുംബിക്കുക, ആലിംഗനം ചെയ്യുക എന്ന പ്രക്രിയയൊക്കെ നിന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇതൊക്കെ കിട്ടിയ കുട്ടിക്ക് ഇപ്പോൾ ഇത് കിട്ടാതിരിക്കുമ്പോൾ ഒരു മാനസിക അകൽച്ച അനുഭവപ്പെടുന്നു. ഈ സ്നേഹപ്രകടനങ്ങൾ തുടർന്ന് അനുഭവിക്കാൻ വളരാതിരിക്കുക എന്നത് ഒരു ആവശ്യമായി അവന്റെ അബോധ മനസ്സിൽ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ബാല്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വയസ്സുവരെ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്നും ചുംബനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ആലിംഗനം ലഭിച്ചിട്ടുണ്ട്? പലർക്കും ഓർമ്മ പോലും ഉണ്ടാകില്ല. കാരണം എന്തേ? 3-4 വയസ്സുവരെ മാത്രമേ അത് നടന്നു കാണൂ. അതുതന്നെ ഓർമ്മയിലുണ്ടാകില്ല. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 3.5 വർഷത്തിലധികം UAE ഷാർജയിൽ ജോലി ചെയ്ത ഞാൻ എല്ലാ എമിറേറ്റുകളിലും യാത്ര ചെയ്തിട്ടുണ്ട്. സ്കൂൾ ബസ്സിൽ മക്കൾ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങുന്ന മുതിർന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ 2-1 അവരുടെ നെറ്റിയിൽ സ്നേഹത്തിന്റെ ചുംബനം നൽകുന്ന രംഗം കണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒപ്പം സങ്കടവും. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഇത് കാണുന്നില്ലല്ലോ എന്നോർത്തായിരുന്നു സങ്കടം. നടു റോട്ടിൽ വെച്ചാണ് ഈ സ്നേഹപ്രകടനം എന്നോർക്കണം നിങ്ങൾ. നമുക്ക് നമ്മുടെ വീടിനകത്ത് വെച്ചുപോലും കാഴ്ചവെക്കാൻ സാധിക്കാത്ത ഈ സ്നേഹപ്രകടനം നടു റോട്ടിൽ വെച്ചുപോലും അവർക്ക് സാധിക്കുന്നുവെങ്കിൽ എന്തേ നമുക്ക് പറ്റിയത്? എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഫീലിംഗ് ആണ് ആളുകൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. മുതിർന്ന കുട്ടികളുമായി യാതൊരുവിധ ടച്ചും ഉണ്ടാകുന്നില്ല. ഇതിന്റെയൊക്കെ ദുരന്തഫലം എന്താണെന്ന് ഇനിയും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ചിന്തിക്കുക നിങ്ങൾ. മാറുക നാം. ഇത്തരത്തിലുള്ള അനാവശ്യമായ എല്ലാ ചട്ടങ്ങളെയും തകർത്തെറിയുക. എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം അകത്തുനിന്നും ആരോ പിറകോട്ട് വലിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. മുന്നോട്ടുള്ള ചലനത്തെ അത് തടഞ്ഞുവെക്കും. അവബോധത്തിലൂടെ സകല ബ്ലോക്കുകളെയും തകർക്കുക. വിജയത്തിന്റെ സൂര്യകിരണങ്ങൾ നിങ്ങളിലേക്ക് കടന്നുവരുമ്പോൾ നിങ്ങളുടെ ജനവാതിലുകൾ തുറന്നുവെക്കുക. അടഞ്ഞുകിടക്കുന്ന എല്ലാ ജനവാതിലുകളും മലർക്കെ തുറന്നിടുക. പ്രകാശം അകത്തേക്ക് പ്രവേശിച്ചുകൊള്ളും. താമസിപ്പിക്കരുത്. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തുറക്കുമ്പോഴേക്കും സൂര്യകിരണങ്ങൾ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ എല്ലാ ജനവാതിലുകളും തുറന്നിടുക. ശുദ്ധവായുവും ഇളം കാറ്റും സൂര്യവെളിച്ചവും ചന്ദ്രവെളിച്ചവും നക്ഷത്രശോഭയുമെല്ലാം അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. ഇനി പ്രതിജ്ഞ എടുക്കാം, അല്ലേ? എന്റെ ബ്ലോക്കുകളെല്ലാം പിന്നീട് സംഭവിച്ചതാണ്. ഏത് സമയവും എനിക്കവയെ മാറ്റിയെടുക്കാം. വിജയത്തിലേക്കുള്ള എന്റെ ജനവാതിലുകളെ തുറന്നിടുവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. വൺസ് അഗെയിൻ ഐ ആസ്ക് യു, ആർ യു റെഡി ടു ഓപ്പൺ? ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, തുറക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അവസാനത്തെ അധ്യായവും കൂടി വായിക്കുക.